ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. കായിക വിസ്മയങ്ങളൊരുക്കിയ പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം. അഭിനവ് ബിന്ദ്രയ്ക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതി. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 34 വയൽ വിളകളും 27 പഴം പച്ചക്കറി വിളകളും ഉൾപ്പെടെയുള്ളവയുടെ വ്യത്യസ്ത ഇനങ്ങളാണ് പുറത്തിറക്കുന്നത്. തിനകൾ, തീറ്റവിളകൾ, എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, പരുത്തി എന്നിവയുൾപ്പെടെ വിവിധ ധാന്യങ്ങളുടെ വിത്തുകളും പുറത്തിറക്കുന്നവയിൽ ഉൾപ്പെടുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യമൊന്നാകെ ദുരിതബാധിതർക്കൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തി. ദുരന്തം സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നിവേദനം തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോടൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഉരുൾപൊട്ടലുണ്ടായതു മുതൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടായിരുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പ്രതിനിധികളായ 9 പേരുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിലെത്തിയത്. ദുരന്തഭൂമിയിൽ വ്യോമ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തി. ഉരുൾപൊട്ടൽ മേഖലയിലെ നാശനഷ്ടങ്ങളും ദുരന്തത്തിന്റെ വ്യാപ്തിയും അദ്ദേഹം നേരിട്ട് വിലയിരുത്തി. വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായങ്ങളും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടന്നുവരികയാണ്. വിശദമായ നിവേദനം സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തിരച്ചിൽ. തിരച്ചിലിൽ ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തും. 8 മണിയോടെ തിരച്ചിൽ ആരംഭിക്കും. രാവിലെ 9 മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തിരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ. തിരച്ചിലിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ പരിഗണിച്ചാണിത്. കായിക വിസ്മയങ്ങളൊരുക്കിയ പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം. രാത്രി 9 മത്സരങ്ങൾ അവസാനിച്ചതിന് ശേഷം സമാപന ചടങ്ങ് തുടങ്ങും. 33ാമത് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. ഇത്തവണ ഒളിമ്പിക്സിൽ ഇന്ത്യ 6 മെഡലുകളാണ് സ്വന്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണിക്ക് വേണ്ടി പാരീസിൽ നിന്നും വി ശിവകുമാർ. 33ാമത് ഒളിമ്പിക് ഗെയിംസിന് പാരീസിൽ ഇന്ന് തിരശീല വീഴും. സമാപന ചടങ്ങുകൾ ഇന്ന് രാത്രി നടക്കും. ഇത്തവണ ഇന്ത്യക്ക് സ്വർണ്ണ മെഡലൊന്നും ലഭിച്ചില്ല. പക്ഷേ ഇന്ത്യൻ കായിക താരങ്ങളുടെ കഠിന പ്രയത്നം ഇന്ത്യക്ക് ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലുകളും സമ്മാനിച്ചു. മെഡൽ പട്ടികയിൽ ചൈന 39 സ്വർണം നേടി 38 നേടിയ അമേരിക്കയുടെ മുന്നിലെത്തി. 3ാം സ്ഥാനത്ത് 18 സ്വർണം നേടി ഓസ്ട്രേലിയയും 4ാം സ്ഥാനത്ത് ജപ്പാനും 5ാം സ്ഥാനത്ത് ആതിഥേയർ ഫ്രാൻസുമാണ്. ഇന്ത്യ 71ാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് ഇതൊരു നല്ല ഒളിമ്പിക്സ് ആയിരുന്നു എന്ന് വേണം കരുതാൻ. മെഡൽ പട്ടികയിൽ പ്രകടമല്ലെങ്കിലും കുറഞ്ഞതൊരു 10 മെഡലെങ്കിലും കൈവിട്ടു പോയിരുന്നു നിർഭാഗ്യവശാൽ. അടുത്ത ഒളിമ്പിക്സിനായി ലോസ് ആഞ്ചലസിലെത്തുമ്പോഴേക്കും നമുക്ക് 15 മെഡലെങ്കിലും പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്രയെ
അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ നൽകി ആദരിച്ചു. ഇന്നലെയാണ് പാരീസിൽ ഒളിമ്പിക് കമ്മിറ്റി ബിന്ദ്രയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചത്. ഒളിമ്പിക്സിന് നൽകുന്ന അതുല്യ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് IOCയുടെ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം. 2008 ബീജിംഗ് ഗെയിംസിൽ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലാണ് അഭിനവ് ബിന്ദ്ര ഇന്ത്യയ്ക്കായി ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണം നേടിയത്. നിരവധി പ്രമുഖ അന്താരാഷ്ട്ര മെഡലുകൾ ഉൾപ്പെടെ 150-ലധികം വ്യക്തിഗത മെഡലുകൾ ബിന്ദ്ര സ്വന്തമാക്കിയിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിന് മുൻപ് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ വിധി പറയുന്ന തീരുമാനം നീട്ടിവെച്ച് ലോക കായിക തർക്ക പരിഹാര കോടതി. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാത്രി 9:30 വരെയാണ് വിധി പുറപ്പെടുവിക്കാനുള്ള പുതിയ സമയപരിധി. ഗുസ്തി ഫൈനലിന് മുന്നായി നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിലാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് തന്നെ അയോഗ്യയാക്കപ്പെട്ടത്. തുടർന്ന് വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യമുന്നയിച്ചാണ് വിനേഷ് അപ്പീൽ നൽകിയത്. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ചെയർപേഴ്സൺ മാധബി ബുരി ബുച്ച്, ഭർത്താവ് ധവൽ ബുച്ച് എന്നിവർക്കെതിരെ ആരോപണങ്ങളുമായി ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട്. ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ബുച്ച് ദമ്പതികൾ വ്യക്തമാക്കി. അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള വിദേശ സ്ഥാപനങ്ങളിൽ മാധബിയും ഭർത്താവും ഓഹരികൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് US ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനം ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ തിമോർ ലെസ്തെ പ്രസിഡന്റ് ആതിഥേയത്വം വഹിച്ച സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് രാഷ്ട്രപതി പദവിയിലേക്കുള്ള തന്റെ യാത്രയെക്കുറിച്ചുള്ള സ്മരണകൾ ശ്രീമതി മുർമു പരിപാടിയിൽ പങ്കുവച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി തിമോർ ലെസ്തെയിലെത്തിയ രാഷ്ട്രപതിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്തെ നൽകി ആദരിച്ചു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1798 പേർ കഴിയുന്നു. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായി 14 ക്യാമ്പുകളും കാലവർഷക്കെടുതിയുടെ ഭാഗമായി കടച്ചിക്കുന്ന് തേൻ സംഭരണ കേന്ദ്രത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പുമാണ് നിലവിലുള്ളത്. നിറപുത്തരി പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. നാളെ പുലർച്ചെ നിറപുത്തരി പൂജകൾ നടക്കും. നിറപുത്തരി പൂജയ്ക്കായി പ്രത്യേകം കൃഷി ചെയ്ത നെൽക്കതിരുകൾ കറ്റകളാക്കി ഇരുമുടിക്കെട്ടിനൊപ്പം ഭക്തർ സന്നിധാനത്ത് ഇന്നലെ മുതൽ എത്തിച്ചു തുടങ്ങി. പൂജകൾ പൂർത്തിയാക്കി നാളെ അടയ്ക്കുന്ന നട ചിങ്ങമാസ പൂജയ്ക്കായി വീണ്ടും ഈ മാസം 16-ന് തുറക്കും. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലും വടക്കുകിഴക്കൻ തുറമുഖ നഗരമായ ചറ്റോഗ്രാമിലും തുടർച്ചയായ 2ാം ദിവസവും വൻ പ്രതിഷേധ റാലികൾ നടത്തി ന്യൂനപക്ഷ ഹിന്ദു സമുദായാംഗങ്ങൾ. തങ്ങളുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കുമെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന ആക്രമണത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂനപക്ഷങ്ങൾക്ക് 10% പാർലമെന്റ് സീറ്റുകൾ അനുവദിക്കുക, ന്യൂനപക്ഷ സംരക്ഷണ നിയമം നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചു. 2024 വഖഫ് ഭേദഗതി ബിൽ പുനഃപരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച ലോക്സഭയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഈ വിഷയത്തിൽ പാർലമെന്റ് സമിതി വാദം കേൾക്കുന്ന തീയതി ഉടൻ പ്രസിദ്ധീകരിക്കും. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, വിഷയത്തിൽ ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ താൽപ്പര്യമുള്ള ഏതൊരു സംഘടനയെയും വ്യക്തിയെയും JPCയുടെ പ്രവർത്തന പ്രക്രിയയിൽ പങ്കെടുക്കാൻ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ റിജിജു പറഞ്ഞു. മുൻ വിദേശകാര്യമന്ത്രി K. നട്വർ സിംഗ് അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഡൽഹിയിൽ നടക്കും. 2004-2005 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന നട്വർ സിംഗ് നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. 1984 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും.
കായിക വിസ്മയങ്ങളൊരുക്കിയ പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം. അഭിനവ് ബിന്ദ്രയ്ക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതി. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.